പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാബു ഹോസ്പിറ്റലായ വിവരം അറിയിച്ച് ചന്ദ്രശേഖരൻ അതുപോലെ ശ്രീകാന്ത് ഓടിയെത്തുന്നുണ്ട്. രണ്ട് കാലയിലും കയ്യിലും അതേപോലെ കഴുത്തിലും മൊത്തത്തിൽ പ്ലാസ്റ്ററാണ് സാബുവിന്. ഇത് കണ്ട് ചന്ദ്രശേഖരന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്ത് വലിയ ആക്സിഡൻ്റ് ആണല്ലോ, ഇന്നലെ വീട്ടിൽ നിന്ന് പോയപ്പം തനിക്ക് വണ്ടി ഓടിക്കണം, അതുകൊണ്ട് കുറച്ച് കുടിച്ചാൽ മതിയെന്നും പറഞ്ഞാണല്ലോ പോയത്, എന്നിട്ട് താൻ ചെന്ന് ഏത് വണ്ടിയുടെ കീഴിലോട്ടാണോ കയറിയത്, ആകപ്പാടെ മൊത്തത്തിൽ ഉടഞ്ഞു വാരിയിട്ടുണ്ടല്ലോ എന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുവിനാണെങ്കിൽ പറയാൻ വയ്യ, എന്നാലും പതുക്കെ പറയുന്നുണ്ട്, ആക്സിഡൻറ്റ് പറ്റിയതൊന്നും അല്ല, രാത്രിയിൽ വീട്ടിൽ പോകുന്ന വഴിക്ക് എന്നെ ഒരാൾ തടഞ്ഞു നിർത്തിയ അയാൾ എന്നെ ഈ പരുവത്തിലാക്കിയെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖര പറയാണ്, തന്നെ ആരാടോ വഴി തടഞ്ഞു നിർത്താൻ, അത്രയ്ക്ക് ധൈര്യമുള്ള ആരാന്ന് ചോദിക്കണം. അന്നേരം പറയാണ് വിക്രം, അവൻ എന്നെ തടഞ്ഞു നിർത്തി ഈ പരുവത്തിലാക്കി, അവൻ്റെ ചേട്ടനെയും അച്ഛനെയും തൊട്ടതിനുള്ള ശിക്ഷയാണെന്നും പറഞ്ഞാണ് എന്നെ ഈ പരുവത്തിലാക്കിയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ഒന്ന് ഭയക്കുന്നുണ്ട്. എന്നിട്ട് സാബു പറയാണ്, അവൻ ഇവിടെ അടുത്ത് തന്നെ എവിടെയോ ഉണ്ട്, അവൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളും സൂക്ഷിച്ചു, അവൻ നിങ്ങളുടെ പുറകിലുണ്ട്, നിങ്ങൾ വിചാരിക്കുക അവൻ്റെ പുറകിലാണ് നിങ്ങളെന്ന്, ഒരിക്കലുമല്ല, നിങ്ങളുടെ പുറകിലാണ് അവനുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്, എൻ്റെ ഈ ഗതി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നും പറഞ്ഞ് സാബു പറയുകയാണ്. എനിക്കിനി ആ പോലീസ് ജോലി വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഈ പരുവത്തിൽ അവൻ ആക്കിയതെന്ന് സാബു പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് അകപ്പാടെ ദേഷ്യവും അതുപോലെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, താൻ എന്തിനാടോ അവൻ്റെ വായിലേക്ക് ചെന്ന് വീണത്? അപ്പം സാബു പറയാണ്, ഞാൻ അവൻ്റെ വായിലേക്ക് ചെന്ന് വീണയല്ല, അവൻ എന്നെ കാത്തിരുന്നതാണ്, ഞാൻ ചെല്ലുന്നതും കാത്ത് അവൻ എന്നെ കാത്തിരുന്നതാണെന്ന് സാബു പറയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് സാബു പറയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന ചന്ദ്രശേഖരനാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്, നമ്മളിതൊരു തമാശയായിട്ട് വിടാൻ പാടില്ല, അവൻ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നുണ്ട്, അവൻ്റെ അച്ഛനെയും സഹോദരനെയും വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിട്ട് ചതച്ച കാര്യം അവൻ കൃത്യമായി അറിഞ്ഞ്, അതിൻ്റെ പ്രതികാരമാണ് ആ കിടക്കുന്ന സാബു, അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിക്കണം, അവൻ നമ്മുടെ ചുറ്റിനും ഉണ്ട്, പിന്നെ നമ്മളെങ്ങാനും പിടിക്കപ്പെട്ട അവൻ വെച്ചേക്കത്തില്ല, മാത്രവുമല്ല ഇതിനു മുമ്പ് അവൻ്റെ അച്ഛനെ കൊണ്ടുപോയത് നീയാണെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സാബുവിൻ്റെ അവസ്ഥ കണ്ടല്ലോ, അതിനേക്കാക്കി വലിയ കഷ്ടമായിരിക്കും നിൻ്റെ അവസ്ഥ എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അച്ഛൻ എന്നെ പേടിപ്പിക്കാതെ, ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ ചെയ്തത്, എൻ്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയാണ്, പക്ഷേ വേദ പറയുന്നത് എൻ്റെ പേരായിരിക്കത്തില്ല, നിൻ്റെ പേരായിരിക്കും, കാരണം വേദയുടെ മുന്നിൽ ഇതെല്ലാം ഡിമാൻഡുകളെല്ലാം വെച്ചത് നീയല്ലേ, അപ്പോൾ നിൻ്റെ പേര് മാത്രമേ വേദ പറയാത്തുള്ളൂ, അതോടെ നിൻ്റെ കാര്യത്തിൽ അവനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറയാണ്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ സൂക്ഷിക്കണം, അതാ വേണ്ടത്, മാത്രവുമല്ല വേദയിൽ നിന്ന് നീ നന്നായിട്ട് നിരീക്ഷിക്കണം, അവൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ ഒന്ന് നീ നിരീക്ഷിച്ചോളണമെന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വേദയുടെ വീട്ടിലാണെങ്കിൽ വേദയുടെ അടുത്ത് വിക്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് നിനക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാണ്, മാത്രവുമല്ല നിനക്കത് റിസ്ക്കാണ്, ഈ മുറിക്കകത്ത് ഞാൻ ഇരിക്കുന്നെന്ന് പുറത്താരെങ്കിലും അറിഞ്ഞാൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കെ, ഒന്നാമത് ഞാനിപ്പം ഒരു കൊലയാളിയാണ്, ആ ഒരു ലേബലും കൂടെ എനിക്കുണ്ട്, ആ ഒരു സ്ഥിതിക്ക് കൊലയാളിയെ സംരക്ഷിച്ച എന്ന പേരും കൂടെ നിനക്കുണ്ടാവും, മാത്രവുമല്ല ഇതൊരു ജഡ്ജിയുടെ വീടാണ്, ആ വീട്ടിൽ തന്നെ എന്നെപ്പോലെ ഒരാളെ ഒളിപ്പിക്കുക, അത് വലിയ ഒരു അബദ്ധമാണ് നീ ചെയ്തു വെക്കുന്നതെന്ന് വിക്രം വേദയെടുത്ത് പറയാണ്. അപ്പോൾ വേദ പറയാണ്, എനിക്കൊരു ഭയവും ഇല്ല, കാരണം വിക്രം ഒരു തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പിന്നെ എന്തിനാണ് ഭയക്കുന്നത്, പറയുന്നവർ എവിടെ കിടന്ന് പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളത് കേൾക്കാതിരുന്നാൽ പോരെ, അതുകൊണ്ട് വിക്രം നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുക, ഞാൻ താഴെ പോയി ഭക്ഷണവും ചായയൊക്കെ എടുത്തുകൊണ്ട് വരാം എന്ന് പറയാണ്. അപ്പോൾ വിക്രം അന്നോരവും പറയുന്നുണ്ട്, നീ സൂക്ഷിക്കണം, ആർക്കെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അതോടെ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എനിക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും എന്ന് വിക്രം വേദയെടുത്ത് പറയുന്നുണ്ട്. അപ്പം വേദ പറയണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് വേദ അങ്ങ് പോവുകയാണ്. അങ്ങനെ വേദ താഴേക്ക് ചെല്ലുകയാണ്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീകാന്ത് വന്ന് അവിടെ ഇരിക്കുകയാണ്. ശ്രീകാന്ത് വന്നിട്ട് പറയുകയാണ്, വിക്രം ആ വരുണിനെ കൊന്ന്, അത് കഴിഞ്ഞ് ഇപ്പം SI സാബുവിനെ അടിച്ചൊതുക്കി ഹോസ്പിറ്റലിൽ ഇട്ടേക്കുവാണ്, അവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നുണ്ട്, എവിടെയാണെന്ന് അവന് അറിയത്തില്ല, പക്ഷേ അവനെ എങ്ങാനും വാസവൻ്റെ ആൾക്കാരുടെ കൈ കിട്ടിയാലോ അല്ലെങ്കിൽ പോലീസിൻ്റെ കൈ കിട്ടിയാലോ അവർ ശരിയാക്കും എന്ന് പറയാണ്, എന്നും ഇങ്ങനെ ഒളിച്ച് താമസിക്കാനേ അവന് പറ്റത്തുള്ളൂ, അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പം വേദ ഇതൊന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. ആ സാബുവിനെ കാലും കൈയും എല്ലാം തല്ലി ഒടിച്ച് വിട്ടേക്കുവാണ്, അവൻ അങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട, എന്നാലും അവൻ പിടിക്കപ്പെടും എന്ന് പറയാണ്. ഇങ്ങനെ പുറത്തിറങ്ങുമ്പം ആരെങ്കിലും കയ്യിൽ ചെന്ന് ചാടും എന്ന് പറയാണ്. അന്നേരം വേദ പറയാണ്,
വിക്രം പുറത്തിറങ്ങുക തന്നെ ചെയ്യും. അന്തസ്സായിട്ട് ജീവിക്കുകയും എല്ലാവരുടെ മുന്നിൽ മാന്യനായിട്ട് നടക്കുകയും ചെയ്യും. അതിനൊന്നും ഒരു മാറ്റവുമില്ല. യഥാർത്ഥ കൊലയാളിയെ പുറത്ത് കൊണ്ടുവരുന്ന ആ സമയം വരെ മാത്രമേ ഉള്ളൂ ഈ വിക്രത്തിൻ്റെ ഒളിച്ചളി. പിന്നെ അതിന് മുമ്പ് തന്നെ ഇപ്പോൾ സാബുവിനുണ്ടല്ലോ, സാബുവിന് കിട്ടിയതുപോലെ പലർക്കും കിട്ടുമെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അപ്പം അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, അവൻ്റെ കാര്യങ്ങളെല്ലാം നിനക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് ശ്രീകാന്ത് പറയാണ്. അപ്പം വേദ പറയാണ്, മാത്രവുമല്ല ഒളിച്ചിരിക്കുന്ന എവിടെയാണെന്ന് മാത്രമല്ല, ഞാനും വിക്രവും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇനി മുന്നോട്ട് ആർക്കൊക്കെ ഇട്ട് പണി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും അത് നടപ്പാക്കാൻ പോകുന്നതും എന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്തവരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നീ എന്നാ ആ കൊലയാളിയെ സംരക്ഷിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, വിക്രം കൊലയാളിയാണോ അല്ലയോ എന്ന് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പിന്നെ വിക്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ഒരു യോഗ്യതയില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി എന്നോട് അറിയാവുന്ന എന്നോട് തന്നെ നിങ്ങൾ കൂടുതൽ മാന്യതയെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കല്ലേ എന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്. നിങ്ങൾക്ക് വിക്രത്തിൻ്റെ അടുത്ത് പോലും ചെല്ലാനുള്ള യോഗ്യതയില്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതുകൊണ്ടായിരിക്കും അവൻ ഒരുത്തനെ കൊന്നത് എന്ന് പറയാണ്. ഞാൻ പറഞ്ഞില്ലേ, വിക്രമാണോ കൊന്നത് അതോ ഇനി മറ്റുള്ളവരാരെങ്കിലും കൊല്ലിച്ചിട്ട് വിക്രത്തിൻ്റെ തലയിലിടാൻ നോക്കിയതാണോ എന്നൊക്കെ പതുക്കെ കൊണ്ട് തെളിയും. അത് തെളിയാതെ എവിടെ പോവാനാ? അതിന് മുമ്പ് പലർക്കും പണി കിട്ടാതിരുന്നാൽ മതി. പണി കിട്ടാതെ സൂക്ഷിക്കുന്നത് അവരവർക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വേദ അങ്ങ് ഇടിച്ചു പോവുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്തിന് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇനി സാബുവിന് കിട്ടിയ പണിയുടെ കൂട്ടി തനിക്കും പണി കിട്ടുമെന്നുള്ള ഒരു ഭയത്തിലായിട്ടിരിക്കുകയാണ്. എണീച്ചു പോയ വേദ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ആ സാബു ആണെങ്കിൽ അച്ഛനും ചേട്ടന്മാർക്കും എതിരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വൃത്തികെട്ട കളി കളിച്ചതിന് ആ സാബുവിൻ്റെ അവസ്ഥ കണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്നെങ്കിലും വിക്രം അച്ഛനെ നിങ്ങളാണ് തട്ടിക്കൊണ്ട് പോയതെന്നും നിങ്ങളാണ് ഇതിനെല്ലാം പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയിൽ വളരെ കഷ്ടമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വേദ അങ്ങ് പോവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് നന്നായിട്ട് ഭയക്കുന്നുണ്ട്.